കർണാടകയോട് അതിർത്തി തുറക്കാൻ മലയാളികൾ മുറവിളിച്ചത് എന്തിനാണ്? കർണാടകയിലെ കൂറ്റൻ ആശുപത്രികളെ കണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല, കൂറ്റൻ കെട്ടിടങ്ങൾ കണ്ട് അതിനരികിൽ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളോട് അതിർത്തി തുറക്കാൻ വേണ്ടി പറഞ്ഞത്. കർണാടക കൊടും ക്രൂരത കാണിക്കുന്നു. കർണാടക ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു നാൾ ഞങ്ങൾ മറുപടി നൽകുക തന്നെ ചെയ്യും, സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ ഇടപെടുന്നു, സുപ്രീം കോടതി ഇടപെടുന്നു, കേരള ഹൈക്കോടതി ഇടപെടുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു, മലയാളികൾ ഇടപെടുന്നു. അങ്ങനെ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കർണാടക സർക്കാർ അതിർത്തി തുറക്കുന്നു. അതിർത്തി തുറക്കുമ്പോൾ കർണാടക സർക്കാർ പറഞ്ഞു, ഓക്കെ, അതിർത്തി തുറന്ന് രോഗികൾ മാത്രം വരട്ടെ, മെഡിക്കൽ രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രോഗികളെ കടത്തിവിടുമെന്ന് കർണാടക സർക്കാർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി. പക്ഷേ കർണാടക അവരുടെ ക്രൂരത പച്ചയായി തുറന്നു കാണിക്കുകയാണ്. ഇന്ന് ഒരു സ്ത്രീക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ സ്ത്രീ ചികിത്സ തേടിയിരുന്നത് മംഗലാപുരത്ത് തന്നെയാണ്. രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രശ്നമാണ്, അഥവാ ഒരു രോഗമാണ് ആ സ്ത്രീക്കുള്ളത്. ഉടൻ തന്നെ കയ്യിലുള്ള മെഡിക്കൽ രേഖകളൊക്കെ കാണിച്ചപ്പോൾ അതിർത്തിയിലുള്ള പോലീസുകാർ അവരുടെ വാഹനം അതിർത്തി കടത്തി വിട്ടു, അതായത് മംഗലാപുരത്തേക്ക് വിട്ടു. അങ്ങനെ മംഗലാപുരത്തെത്തിയപ്പോൾ ആശുപത്രി അധികൃതർ പറയുകയാണ്, മലയാളികളെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന്, മലയാളികൾക്ക് ഇവിടെ ചികിത്സയില്ല എന്ന്. എന്തിനാണ് നമ്മൾ അതിർത്തി തുറക്കാൻ പറഞ്ഞത്? ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ? അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർഭാടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ആഡംബരത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, അഹങ്കാരത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ജീവന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ചികിത്സ ലഭിക്കുന്നില്ല. അതിർത്തി തുറന്നിട്ടും ഒരു നേട്ടവും മലയാളികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അർത്ഥം. കർണാടക അവരുടെ ക്രൂരമായ മുഖം കാണിക്കുകയാണ്. കർണാടകയിൽ നിന്ന് തന്നെ ഇവരുടെ ചെയ്തികൾക്കെതിരെ എതിർപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ചികിത്സയ്ക്ക് വരുന്നവരോട് എന്തിനാണ് ഇങ്ങനെ പച്ചയായ ക്രൂരത കാണിച്ച് അവരെ വഞ്ചിക്കുന്നത്? അവരെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ലേ അവിടേക്ക് വരുന്നുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സർക്കാർ സുപ്രീം കോടതിയെ, കേരള ഹൈക്കോടതിയെ, കേന്ദ്ര സർക്കാരിനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ ചതിക്കുകയാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രയത്നങ്ങൾക്കും മുന്നിട്ട നമ്മുടെ മുഖ്യമന്ത്രിയെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. രോഗികൾക്ക് മുന്നിലും ധാർഷ്ട്യം കാണിക്കുന്ന സംഘപരിവാർ മനോഭാവം തന്നെയാണ് കർണാടക സർക്കാർ വെച്ചു പുലർത്തുന്നത്. ഇതിന് മലയാളികൾ മറുപടി നൽകേണ്ടത് ജനാധിപത്യ രീതിയിലായിരിക്കണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.